വീട്ടിൽ നിൽക്കുമ്പോഴുള്ള എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ബോഡി മോയ്സ്ചറൈസർ ആണ്. ഈ ഒരു ബോഡി ക്രീം ഡോക്ടർ റാഷ്യലിന്റെ വൈറ്റമിൻ സി ക്രീമാണ്. പക്ഷേ ഇതാരും യൂസ് ചെയ്യണ്ട കേട്ടോ. ഇത് സെൻസിറ്റീവ് സ്കിന്നാർക്ക് ഒട്ടും പറ്റൂല. പിന്നെ ഇത് വാങ്ങിച്ചിട്ട് തീർക്കണ്ടേന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ അടുത്തത് നമ്മുടെ ഫേസ് മോയ്സ്ചറൈസർ ആണ്. ഇപ്പൊ വെയിലല്ലേ, അല്ല സോറി മഴയല്ലേ, അതുകൊണ്ട് നമുക്ക് സൺസ്ക്രീനിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ നമുക്ക് തീരെ പറയാൻ പറ്റില്ല, കാരണം സൺസ്ക്രീനിൻ്റെ ആവശ്യമുണ്ട്. സൺസ്ക്രീൻ നമ്മൾ വീട്ടിൽ വെക്കുമ്പോഴും അപ്ലൈ ചെയ്യണം. പക്ഷെ ഞാൻ അപ്ലൈ ചെയ്യില്ല കേട്ടോ, ഞാൻ പിഷ്കത്തിയാണ്. അതുകൊണ്ട് സൺസ്ക്രീൻ തീർന്നു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനുണ്ടല്ലോ വെയിലും ഉള്ളപ്പോൾ മാത്രമേ അത് യൂസ് ചെയ്യലുള്ളൂ. ഈ ഒരു മോയ്സ്ചറൈസർ നമ്മുടെ അക്വലോജിക്കയുടെ മോയ്സ്ചറൈസർ ആണ്, ഗ്ലോ ആൻഡ് ബ്രൈറ്റ്. കണ്ണെഴുതിയില്ലെങ്കിൽ എന്നെ കണ്ടാൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കുന്ന പോലെ തോന്നണതുകൊണ്ട് ഞാൻ കണ്ണെഴുതേണ്ട. ഈ ഒരു കാജൽ ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച കാജലാണ് കേട്ടോ, കെമിക്കലൊന്നും ഇല്ലാത്തത്. പിന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൗഡർ യൂസ് ആക്കാൻ പാടില്ല. പക്ഷേ എനിക്ക് പൗഡർ ഇട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ്. ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന യാഡ്ലയുടെ പൗഡറാണ്. അറ്റ് ലാസ്റ്റ് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഇതാണ്, ലിപ് ബാം. ഇത് പ്ലമ്മിൻ്റെ ലിപ് ബാമാണ്. നല്ല ക്യാൻഡിയുടെ സ്മെല്ലാണ് സംഭവത്തിന്, തിന്നാൻ തോന്നും, ആരും തിന്നരുത്. ഇനി ലാസ്റ്റ് മുടിയിലൊന്ന് ക്രാബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക.